Good morning, sir. Good morning. Where are you going? School. Ishta? School Ishta? Excited, ശരി. ഒന്ന് സ്കൂളിൽ പോവല്ലേ? കാണാൻ എന്തെല്ലാം ഉണ്ടാന്ന് പറഞ്ഞിട്ടല്ലേ? അവിടെ ഡാൻസെല്ലാം ഉണ്ടാവും അല്ലേ അലറ്റ്? ഉണ്ടോ? ഡാൻസ് ഉണ്ട്? ആരായിരിക്കും ലറ്റിന്റെ ടീച്ചറ്? വേറെ ടീച്ചറാ? നമുക്ക് നോക്ക കാണാല്ലേ? ഓക്കെ. കഴിക്കാൻ നോക്കണോ കാണാം അല്ലേ? അങ്ങനെ ഗൈസ് നമ്മൾ മോളെ സ്കൂളിലെത്തി. ശരിക്കും ഉള്ള സ്കൂൾ നല്ലൊരു ആംബിയൻസ് ആണ് കേട്ടോ. ശരിക്കും നോക്കിയാൽ കാണാൻ നല്ലൊരു ഭംഗിയാണ് പുറത്തു ഭാഗത്തെല്ലാം കാണാൻ. പിന്നെ ഫസ്റ്റ് ഡേ സ്കൂളിൻ്റെ മുന്നിൽ മോള് നിൽക്കുന്ന ഫോട്ടോ കാണാൻ നിങ്ങൾക്ക്. അങ്ങനെ തന്നെ ഇത് ആ മാമാണ് ലിറ്റിൻ്റെ ആദ്യത്തെ ക്ലാസ് ടീച്ചറായിരുന്നു. നല്ലൊരു മാമായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ആ കഴിഞ്ഞ പ്രാവശ്യം നല്ലോണം ആ ക്ലാസ്സിലുള്ള മുഴുവൻ കുട്ടി നല്ലോണം കെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ മാമിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മാം മോള് ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ അന്നെ വൈകുന്നേരം നമ്മൾക്ക് വിളിച്ച് പറയും മോള് ഭക്ഷണം കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് മനസ്സിലാവും മോൾ കഴിച്ചിട്ടില്ലല്ലോ, അപ്പോൾ നമുക്ക് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട്. ഇപ്പം നിങ്ങൾക്ക് കാണാൻ മക്കൾക്ക് എൻ്റർടൈൻമെൻറ്റ് ചെയ്യാനിട്ട് സീനിയർ കുട്ടികൾ, സീനിയർ പിന്നെ അവൾക്കാണ് കുറച്ച് വയസ്സിന് വ്യത്യാസമുള്ള കുട്ടികൾ പിന്നെ ഡാൻസ് കളിക്കുക അവിടെ. ശരിക്കും ഇവർക്കൊരു ഫസ്റ്റ് ഡേ റീഓപ്പണിംഗ് ഡേ എൻ്റർടൈൻമെൻറ്റ് ഇവരെ വക ഈ ചെറിയ കുഞ്ഞു മക്കൾക്ക് വേണ്ടിയിട്ട്. ശരിക്കും കൗതുകത്തോടെ എല്ലാ പേരൻസും അങ്ങനെ തന്നെ കുട്ടികൾ കാണുന്നുണ്ട് കേട്ടോ. ശരിക്കും വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല, പേരൻസ് അപ്പോഴത്തേക്കും എല്ലാ സൈഡിലും പേരൻസ് കുട്ടികളൊക്കെ ഉള്ളത് കൊണ്ട് കഴിഞ്ഞില്ല. പിന്നെ നല്ലോണം ഡാൻസ് കളിച്ചിട്ടുണ്ട് കേട്ടോ മക്കൾ. പിന്നെ ഇത് ഇനിയിപ്പോൾ ഇവർ കുറച്ച് സീനിയർ ആകുമ്പോഴേക്കും മറ്റേ കുട്ടിയൊക്കെ വേണ്ടി ചെറിയ LKG UKG കുട്ടിയൊക്കെ വേണ്ടിയിട്ട് ഇവർ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ്. പിന്നെ ഫസ്റ്റ് ഡേ ആയതിനാൽ അധികം പേരൻസ് ഉണ്ടായിരുന്നു. എല്ലാ പേരൻസിൻ്റെയും ഒരു ആഗ്രഹമല്ലേ പേരൻസിന് ഓരോരോ കുട്ടി ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. അങ്ങനെ തന്നെ ടീച്ചേഴ്സിനും അവിടുത്തെ ടീച്ചേഴ്സിനെ പറ്റി പറയാതിരിക്കാൻ വയ്യ. പറഞ്ഞാൽ അത്രക്ക് നല്ല ടീച്ചേഴ്സാണ് അവിടെ ഉള്ളത്. അങ്ങനെ തന്നെ ഡ്രൈവേഴ്സ് ആയിക്കോട്ടെ ചേച്ചിമാരായിക്കോട്ടെ കുട്ടികൾക്ക് നല്ല സ്നേഹത്തോടെ അവർ സംസാരിക്കുന്നത്. അങ്ങനെ ഇവരെല്ലാവരും ഡാൻസ് കളിക്കാനായിട്ട് കുട്ടികൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു എല്ലാ കുട്ടികളും. നമ്മൾ ആദ്യത്തെ ദിവസമായതിനാൽ നമ്മളങ്ങോട്ടേക്ക് പോയതാണ്. മോക്ക് ഫസ്റ്റ് ഡേ ആയതിനാൽ മൂത്ത മോളെ സ്കൂൾ അങ്ങനെ തന്നെയാണ്. നമ്മൾ ശരിക്കും 5th വരെ പോയിട്ടുണ്ട് സത്യം പറയുന്നെങ്കിൽ. പിന്നെ എപ്പോഴും എല്ലാവർക്കും പറ്റിയെന്ന് വരില്ല, പക്ഷെ ചില പ്രാവശ്യം നമുക്കത് സാധിക്കുന്നുണ്ടെങ്കിൽ നമുക്കത് പോകുന്നതാണ് നല്ലത്. നമുക്കത് കാണാമല്ലോ. ആ മൊമെൻറ്റ്സ് നമുക്ക് ഒരിക്കലും ലൈഫിൽ തിരിച്ച് കിട്ടത്തില്ല അല്ലേ? ശരിയല്ലേ? നമുക്ക് ഈ കുഞ്ഞു മക്കൾ കളിക്കുന്നതൊക്കെ നമ്മൾ എപ്പോഴും മെമ്മറീസ് നമ്മൾ കയ്യിൽ സൂക്ഷിച്ചാൽ എപ്പോഴും അത് നമുക്ക് എത്ര കൊല്ലം കഴിഞ്ഞാലും ആ മെമ്മറീസ് നമ്മുടെ അടുത്ത് ഉണ്ടാവും. അങ്ങനെയല്ല കൂടി ഡാൻസ് കളിച്ച് കുട്ടികൾ അങ്ങനെ തന്നെ കുട്ടികൾക്കുള്ള പിന്നെ റിഫ്രഷ്മെൻറ്റ് പറഞ്ഞ എന്തെങ്കിലും സ്വീറ്റ്സൊക്കെ കൊടുത്തിരുന്നു അവരെ ടീച്ചേഴ്സ്. അങ്ങനെ തന്നെ കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ, വന്ന പേരൻസിന് മുഴുവൻ അവിടെ അവരെ സ്വീറ്റ്സ് തന്നിനി. അങ്ങനെ ആക്ച്വലി 12:30 വരെ എന്ന് പറഞ്ഞതാണ്. ഇത് ലിറ്റിൻ്റെ പുതിയ മാമാണ്. ഈ ക്ലാസ് റൂമിൽ സജ്ജീകരണം കണ്ടിട്ടുണ്ടോ? ഈ ക്ലാസ് റൂം നല്ല ചിത്രം വരച്ചിട്ടുണ്ട്. ശരിക്കും ഇത് ചിത്രം കാണുമ്പോൾ തന്നെ ഈ ചെറിയ കുട്ടികളെ ക്ലാസ്സിൽ നിന്ന് മനസ്സിലാവും. നമുക്ക് അത്രയ്ക്ക് നല്ല ചിത്രമാണ്. കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമല്ലേ കളർഫുൾ ഇതെന്ന്. പിന്നെ ഇത് നമ്മൾ ഇനിയിപ്പോൾ തിരികെ പോവുകയാണ്, വീട്ടിലേക്ക് പോകാൻ. നമ്മൾ നിയർലി 12:30 ആയിപ്പോയി. ഇന്ന് മോള് ബസ്സിൽ വരുന്നില്ല. നാളെ തൊട്ട് രാവിലെ അവൾ ബസ്സിൽ പോകുന്നത്. അങ്ങനത്തെ ബസ്സിൽ വരുന്നതായിരിക്കും. ഇത് ആദ്യത്തെ ദിവസമായിരുന്നാൽ നമ്മൾ ഇങ്ങോട്ട് വന്നതാണ്. അങ്ങനെ പിന്നെ നമ്മൾ വീട്ടിലേക്ക് തിരിക്കാൻ നോക്കാം. അവളെ ആക്ച്വലി ഷാപ്പ് ടൈമിൽ എത്തണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഷാപ്പ് ടൈം തന്നെ എത്തി. പിന്നെ ഇത് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അങ്ങനെ അവിടെ കുറേ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു അവിടെ. അവർക്കൊക്കെ സംസാരിച്ചിട്ട് പോകുമ്പോഴേക്കൊക്കെ ഏകദേശം 12:45 ആയി. 12:30 ക്ലാസ് വിട്ടത്. എങ്ങനെയുണ്ടായിരുന്നു ക്ലാസ് സ്കൂളിൽ? നാളെ രാവിലെ വരൂല്ലേ? തൻവി ആടെ ബസ്സിൽ വരുമല്ലോ. അവളുടെ ഡാഡ മമ്മ വരുമെന്ന് അറിയില്ല കൂട്ടെ. ഓക്കെ, നാളെ കാണാം. നാളെ കാണേ. നേരത്തെ എണീക്കണേ.
രാവിലെ വരണ്ടേ, ബസ് വരൂലേ? അവളെ ഫ്രണ്ട്സിനെ പറ്റിയാണ് പറയുന്നുണ്ടായിരുന്നു. പറഞ്ഞാൽ കുറേ ദിവസം കഴിഞ്ഞിട്ടാണ് അവളെ ഫ്രണ്ട്സിനെ കാണുന്നത്. ആദ്യ ദിവസം ഭയങ്കര, ഇപ്പോൾ ഇന്നത്തെ ദിവസം ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. നാളെ തൊട്ട് എന്താണെന്ന് അറിയില്ല. എല്ലാ കുട്ടികൾ വെക്കേഷൻ ടൈമിൽ വൈകിട്ടല്ലേ എണീക്കുക, പിന്നെ പോകാൻ ഭയങ്കര മടിയായിരിക്കുമല്ലോ. അങ്ങനെ നമ്മളെല്ലാം കൂടി ഹോട്ടലിൽ വന്ന്, സാധാരണ പോകുന്ന ഹോട്ടലിൽ വന്ന്, എന്തിനാ റീ ഓപ്പണിംഗ് ഡേ ആയതിനാൽ ഫുഡെല്ലാം പുറത്തുനിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മൾ സാധാരണ മൂത്ത മോൾ നമ്മളിപ്പോൾ ഉണ്ടാവുന്നതാണ്, ഇന്ന് അവളില്ല. അങ്ങനെ നമ്മൾ ഫുഡ് കഴിച്ച് വീട്ടിലേക്കുള്ള പാഴ്സലും മൂത്ത മോക്കും അമ്മയ്ക്കും ഉള്ള പാഴ്സൽ വാങ്ങി, അങ്ങനെ നമ്മൾ ഭക്ഷണം കഴിച്ച് നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു ഗൈസ്.